സംസ്ഥാന ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു ഇന്ന് വിരമിക്കും. പടിയിറങ്ങുന്നത് സംസ്ഥാന സർക്കാരിനായി പലവട്ടം രാഷ്ട്രീയ സ്വഭാവമുള്ള നിലപാടുകൾ സ്വീകരിച്ച IAS ഉദ്യോഗസ്ഥൻ. വേണുവിൻ്റെ ഭാര്യയും അഡീഷണൽ ചീഫ് സെക്രട്ടറിയുമായ ശാരദാ മുരളീധരനാണ് പുതിയ ചീഫ് സെക്രട്ടറി. ഭർത്താവിൽ നിന്ന് ഭാര്യ ചീഫ് സെക്രട്ടറി പദവി ഏറ്റെടുക്കുന്നുവെന്ന അപൂർവത കൂടി വേണുവിൻ്റെ പടിയിറക്കം സമ്മാനിക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാർ പ്രതിരോധത്തിലാകുന്ന ഘട്ടങ്ങളിലെല്ലാം രാഷ്ട്രീയ സ്വഭാവമുള്ള പ്രതികരണങ്ങളുമായി രംഗത്ത് വരുന്ന വി വേണു വളരെ പെട്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വസ്തനായി മാറിയ IAS ഉദ്യോഗസ്ഥനാണ്. മദ്യനയ വിവാദത്തിലാണ് അടുത്ത കാലത്ത് സർക്കാരിന് വേണ്ടി ഏറ്റവും വലിയ പ്രതിരോധവുമായി ചീഫ് സെക്രട്ടറി രംഗത്ത് വന്നത്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്ന ചർച്ചകളെ മാധ്യമങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചുവെന്നായിരുന്നു ചീഫ് സെക്രട്ടറിയുടെ നിലപാട്. ഡോക്ടർ കെ വാസുകി IASന് വിദേശകാര്യ സഹകരണത്തിനുള്ള സെക്രട്ടറിയുടെ ചുമതല നൽകിയതിലും വേണുവിന് ന്യായീകരണമുണ്ടായിരുന്നു. വിദേശകാര്യ മന്ത്രാലയമടക്കം വിശദീകരണം തേടിയ നിയമനത്തിലാണ് ചീഫ് സെക്രട്ടറി പ്രതിരോധമൊരുക്കിയത്. സംസ്ഥാന സർക്കാർ വിദേശ രാജ്യങ്ങളുടെ എംബസികളിലെ സംഘടനകളുമായും ഏജൻസികളുമായും സഹകരിക്കുന്നത് സാധാരണയാണെന്നും വി വേണു പറഞ്ഞു വെച്ചു. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ഭൂമിയിൽ ശാസ്ത്രജ്ഞർക്കും ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങൾക്കും വിലക്കേർപ്പെടുത്തിയ വിചിത്ര ഉത്തരവിനും നിരവധി കാരണങ്ങൾ നിരത്തി ചീഫ് സെക്രട്ടറി സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു. ഉത്തരവ് പിൻവലിച്ചെങ്കിലും സംസ്ഥാനത്തെ ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളിലെ വ്യക്തികൾ പൊതുജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തിയും ആശയക്കുഴപ്പവും സൃഷ്ടിക്കാനിടയുണ്ടെന്ന വി വേണുവിന്റെ അഭിപ്രായം വ്യാപക വിമർശനം നേരിട്ടിരുന്നു. മുൻ ചീഫ് സെക്രട്ടറി KM എബ്രഹാം ഇപ്പോൾ ക്യാബിനറ്റ് പദവിയുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്. വേണുവിന് മുൻപ് ചീഫ് സെക്രട്ടറിയായിരുന്ന VP ജോയ്ക്ക് കേരള പബ്ലിക് എന്റർപ്രൈസസ് സെലക്ഷൻ ബോർഡിലും നിയമനം നൽകിയിരുന്നു. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായി മാറിയ സാഹചര്യത്തിൽ വി വേണുവിനും പുതിയ നിയമനത്തിൽ സാധ്യതയുണ്ട്. വേണു സ്ഥാനമൊഴിയുമ്പോൾ ഭാര്യയും പ്ലാനിംഗ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുമായ ശാരദാ മുരളീധരൻ ചീഫ് സെക്രട്ടറിയായി ചുമതല ഏറ്റെടുക്കുന്നത് IAS ചരിത്രത്തിലെ അപൂർവത കൂടിയാണ്. V രാമചന്ദ്രൻ, പത്മ രാമചന്ദ്രൻ, ബാബു ജേക്കബ്, ലിസി ജേക്കബ് ദമ്പതികൾ ചീഫ് സെക്രട്ടറി സ്ഥാനം വഹിച്ചിട്ടുണ്ടെങ്കിലും ഒരാൾക്ക് തൊട്ടു പിന്നാലെ മറ്റേയാൾ പദവിയിലെത്തുന്നുവെന്നതാണ് പ്രത്യേകത. ജനം, തിരുവനന്തപുരം.